ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഒരു വിഭാഗം ആളുകൾ ആഘോഷ പൊലിമയിൽ നിൽക്കുന്ന ഈ സമയത്ത് എന്തിനാണ് സത്യവിശ്വാസികളാകുന്ന നമ്മളെല്ലാവരും ഇത്തരത്തിൽ ഒരുമിച്ച് കൂടിയതെന്തിനാണ്? നമ്മൾ ആഘോഷിക്കാനല്ല, മറിച്ച് ഈ രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത് പരിശുദ്ധമായ ഖുർആൻ ഓതുവാനും ഒരല്പസ്വല്പം ദിക്ർ ചൊല്ലുവാനും അള്ളാഹുവിനെ സ്മരിക്കുന്നതായ പ്രഭാഷണം ഒരല്പം നടത്തുകയും സത്യവിശ്വാസികളാകുന്ന നമുക്കിടയിൽ ഒരൈക്യമുണ്ടാക്കുകയും നമ്മുടെ മക്കൾ ഈ രാവിൽ മോശമാകുന്ന പ്രവണതയിലേക്ക് അല്ലെങ്കിൽ ചുറ്റുവട്ടത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ ചെലുത്തുകയും എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ രാവിലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു വേദി, പ്രത്യേകിച്ച് കരുനാഗപ്പള്ളിയിലെ കോഴിക്കോടുള്ള ഈ ചാലയും ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ടത്. അൽഹംദുലില്ലാ, വലിയ വിജയകരമായി എന്ന് വേണം ഈ സദസ്സ് കാണുമ്പോൾ മനസ്സിലാകുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് ഈ സദസ്സിൽ പങ്കെടുത്ത ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറു ബറക്കാത്തുകൾ ചൊരിയുമാറാവട്ടെ. എല്ലാവരുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സർവ്വവിധ വിപത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാവലിലാക്കുമാറാവട്ടെ. ഇത് കാസർഗോഡ് നിന്ന് വന്ന വ്യക്തിയാണ് ഒന്നാമത്തെ സഫിൽ, ഫ്രണ്ട് സഫിൽ പിടിച്ചിരിക്കുന്നത്. കാസർഗോഡ് എവിടെ നിൻ്റെ വീട്? കൊടകിലാണ്, എരുമാട്, കർണാടകയിൽ നിന്ന് വന്നേക്കാണ്. കാസർഗോഡല്ല, എവിടെയാണ്? കർണാടകയിൽ നിന്ന് വന്ന ആളാണ് ഫ്രണ്ട് സീഫ് കൊണ്ടുപോയത്, അവല് സീറ്റ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പം നേരത്തെ വന്നു എന്ന് ചിന്തിക്കേണ്ട, നമ്മളെക്കാൾ മുമ്പേ ഒന്നാമത്തെ സഫ് കരഗതമാക്കിയ ആളുകൾ കർണാടകയിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തിയത്. അഷറഫ് അല്ലേ എൻ്റെ പേര്? ഷറഫ്, നിസാർ. അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ, അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. അങ്ങനെ പല സഹോദരങ്ങളും സഹോദരിമാരും വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. അതുകൊണ്ട് ഒരുപാട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ രാത്രിയിൽ ഒരല്പസമയം വിക്റിലായി കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ് ഈ ഒരുമിച്ച് കൂടലിൻ്റെ ഏറ്റവും മഹനീയമായ ലക്ഷ്യം തന്നെ. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. ആദരവായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തു, ഫവല്ലാഹി മൽ ഫഖറ അഖ്ശാ അലൈക്കും വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത അദ്ദുനിയാ കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലകും ഫതനാഫസുഹാ കമാ തനാഫസുഹാ വതുഹ്ലികകും കമാ അഹ്ലകതുഹും സദഖ റസൂലുള്ളാഹി. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ലോകത്തിൻ്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ഫവല്ലാഹി മൽ ഫഖറ അഖ്ശാ അലൈക്കും, അല്ലയോ പ്രിയപ്പെട്ടതാകുന്ന സ്വഹാബ, നിങ്ങൾക്ക് ദാരിദ്ര്യമല്ല ഞാൻ ഭയക്കുന്നത്, വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത ദുനിയാ, ഈ ദുനിയാവ് നിങ്ങളുടെ മേൽ വിശാലമാകുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പാട് സ്വഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലകും, ഈ ദുനിയാവ് നിങ്ങൾക്ക് വിശാലമാകും. എത്രത്തോളം വിശാലമാകുമെന്നറിയുമോ? കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ജനവിഭാഗങ്ങൾക്ക് വിശാലമായതുപോലെ ഈ ദുനിയാവ് നിങ്ങൾക്ക് വിശാലമാകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി.
മുൻഗാമികളാകുന്ന ജനകോടികൾക്ക്, മുമ്പ് കഴിഞ്ഞു പോയതാകുന്ന സമൂഹത്തിൽ വന്ന സമുദായത്തിൽ വന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് എത്രത്തോളം വിശാലമാക്കി കൊടുത്തുവോ അതേപോലെ നിങ്ങൾക്കും ഈ ദുനിയാവും അതിലെ കച്ചവടങ്ങളും സമ്പത്തുമൊക്കെ അധികരിക്കുന്നതിനെയാണ് ഞാൻ ഭയക്കുന്നത് നിങ്ങളുടെ മേലെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ദുനിയാവ് വിശാലമാകുന്നതിനെയാണ് എന്റെ ഏറ്റവും വലിയ ഭയപ്പാട്. മുത്തുനബി പറയുക, അല്ലാതെ എന്തല്ല മൽ ഫഖറ അഖ്ശ അലൈക്കും, നിങ്ങളുടെ മേൽ ദാരിദ്ര്യം ഞാൻ ഭയക്കുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി അല്ലാത്തൊരു വാക്കാണ്. വാക്യം ശരിക്കും മനസ്സിലാക്കണം. ഈ സദസ്സിൽ നിലകൊള്ളുന്ന എല്ലാ സഹോദര സഹോദരിമാരും ശരിക്കും പ്രവാചകന്റെ ഈ വചനമൊന്ന് ശ്രദ്ധിക്കുക. ഇന്ന് സമ്പത്ത് കുറഞ്ഞവർ എന്ന് പറഞ്ഞാലും നേരെ നാളെ വെളുക്കും, നാളെ നേരം വെളുക്കുമ്പോൾ റാഹത്തായി അവൻ ഉദ്ദേശിക്കുന്ന ഭക്ഷണം കഴിക്കാൻ മാത്രമുള്ള സമ്പത്ത് നമുക്കെല്ലാവർക്കും ഉണ്ട്. എല്ലാവരും പറയും സാമ്പത്തികമാകുന്ന ക്രൈസിസിലാണ്, പരാധീനതയിലാണ്, നഷ്ടത്തിലും കഷ്ടത്തിലും ഒക്കെയാണ് എന്ന് പറയുമ്പോഴും നാളെ നേരം വെളുക്കുമ്പോൾ രാവിലെ എന്ത് കഴിക്കണമെന്ന് ചിന്തിച്ച് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ വീട്ടിൽ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ സ്റ്റോറേജിലോ കൊണ്ടുപോയി വെച്ച് നേരം വെളുക്കാൻ കാത്തിരിക്കുന്നവരാണ് നമ്മളെല്ലാം. എത്ര കടമുള്ളവനും എത്ര പ്രയാസമുള്ളവനും ആ രീതിയിൽ തന്നെയാണ് നാളത്തെ കാര്യം സിസ്റ്റമാക്കി വെച്ചിട്ടുണ്ട്. അതാണ് നബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ മേൽ ഭയക്കുന്നത് ഞാൻ ദാരിദ്ര്യമല്ല, മറിച്ച് ദുനിയാവ് വിശാലമാകുന്നതിനെയാണ്. ഈ ദുനിയാവ് നിങ്ങൾക്ക് വിശാലമാകുന്നതിനെയാണ് എന്റെ ഭയപ്പാട്. എന്താണ് അതിലൂടെ ഉണ്ടായിത്തീരുന്നത്? മുൻഗാമികൾക്ക് ഈ ദുനിയാവ് വിശാലമായപ്പോ ഫതനാഫസുഹാ കമാ തനാഫസുഹാ, ഈ ദുനിയാവ് നിങ്ങൾക്ക് വിശാലമായാൽ നിങ്ങൾ വല്ലാതെ മത്സരിക്കും സ്വഹാബ. ഇനി വരാനിരിക്കുന്ന ജനവിഭാഗങ്ങളെ നോക്കിക്കൊണ്ട് 1400 വർഷം മുമ്പ് നബി തങ്ങൾ പറയുകയാണ് ഈ ദുനിയാവിന് വേണ്ടി നിങ്ങൾ മാത്സര്യത്തോടുകൂടി പ്രവർത്തിക്കുന്നതാണ്. മുൻഗാമികൾ മത്സരിച്ചതുപോലെ നിങ്ങളിതാ മത്സര്യ ബുദ്ധിയോടുകൂടി ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. ആരെ കൊന്നിട്ടായാലും, ആരുടെ സമ്പത്ത് അപഹരിച്ചിട്ടായാലും, മറ്റുള്ളവന്റെ സമ്പത്ത് ചൂഷണം ചെയ്തിട്ടായാലും എനിക്ക് ജീവിച്ചാൽ മതി എന്ന ചിന്തയിലേക്ക് ഈ സമൂഹം എത്തിപ്പെടുമേ. ഫതുഹ്ലികകും കമാ അഹ്ലകതും, സമ്പത്തിന്റെ മേൽ മതിമറന്നുകൊണ്ട് റബ്ബിനെ മറന്ന് ജീവിച്ചതായ മുൻഗാമികൾ നശിച്ചതുപോലെ നിങ്ങൾക്കും നാശമുണ്ടാവുമേ. അതാടുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. ലഭിക്കാൻ, വീണ്ടും ഒരു വള ലഭിക്കാൻ, വീണ്ടും ഒരു മാല ലഭിക്കാൻ കൊതിക്കാത്തവരായ സഹോദരിമാരില്ല അല്ലേ? കൊണ്ടുവന്നിട്ട് കൊടുത്താൽ വീണ്ടും വലിയ സന്തോഷമാണ്. അങ്ങനെയാണ് ദുനിയാവ്. അള്ളാഹു നമ്മളെല്ലാവരെയും സാലിഹീങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ, ആബിദീങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തുകൊണ്ടാണ് ലോകം ഇത്രത്തോളം വലിയ ഉന്നതമാകുന്ന ഈ അവസ്ഥയിലേക്ക് എത്തിയിട്ടും മനുഷ്യൻ ഒരുപാട് നിസ്സീമമായ സേവന മുഹൂർത്തങ്ങൾക്ക് തൻ്റെ ജീവിതം ഉഴിഞ്ഞുവെച്ചതാകുന്ന മഹാനുഭാവൻ അദ്ദേഹം, എത്രയോ സമ്പത്തുള്ള ആളുകൾ നമ്മുടെ ഈ കരുനാഗപ്പള്ളി പ്രദേശത്തുണ്ട്. എത്ര രോഗികൾക്ക്, എത്ര അശരണർക്ക്, എത്ര നിരാലംബർക്ക് നമുക്ക് അവലംബമാകുവാൻ, ആശ്വാസം നൽകുവാൻ സഹോദരങ്ങളെ നമ്മുടെ സമ്പത്ത് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ചിന്തിക്കും നമ്മൾ. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരിലെ ഭൂരിഭാഗം ആളുകളും അത്തരത്തിലാണ്. ചിലർ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് അള്ളാഹുവിൻ്റെ പ്രീതിയെ ലക്ഷ്യം വെച്ചിട്ടല്ല. എന്തുകൊണ്ടാണ് നമുക്ക് നാസർക്കയുടെ വലിയ ഇഷ്ടം? എന്തുകൊണ്ടാണ്? പോച്ചയിലെ നാസർക്കായുടെ ജ്വല്ലറിയിലും അദ്ദേഹത്തിൻ്റെ കടകളിലുമൊക്കെ പാവപ്പെട്ടവൻ്റെ വലിയ തിരക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ്? ജനകീയനായത് എന്തുകൊണ്ടാണ്? തനിക്ക് അള്ളാഹു നൽകിയ സമ്പത്ത് തന്നിലുള്ള പാവങ്ങൾക്ക് ചെലവഴിക്കാനുള്ളതാകുന്ന ഒരു മനസ്സ് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ പറയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹമടക്കം ഒരുപാട് സമ്പന്നരായ ആളുകൾ, എത്രയോ ആളുകൾ നമ്മുടെ ഈ കരുനാഗപ്പള്ളിയിലുണ്ട്. എന്തുകൊണ്ട്? അവർക്കാർക്കും മറ്റുള്ളവർക്കൊന്നും തോന്നാത്ത വ്യതിരക്തമായ രീതിക്ക് ജനങ്ങളെ കൂടുതൽ സഹായിച്ച് അവരിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ അദ്ദേഹത്തിന് സഹായമായത് എന്തുകൊണ്ടാണ്?
എന്നാൽ അതിനേക്കാൾ ഉപരി സഹായിക്കാനുള്ള സമ്പത്ത് ഉണ്ടായിട്ട് പോലും അത് പിടിച്ചു വെക്കുന്ന ആളുകൾ പോലും നമ്മുടെ ഈ കരുനാഗപ്പള്ളി ദേശത്തില്ലേ, വലിയ വമ്പന്മാരുണ്ട്, വലിയ സമ്പന്നരായ ആളുകളുണ്ട്. തൻ്റെ കുടുംബത്തിൽ പെട്ടുപോയതാകുന്ന പട്ടിണി പാവങ്ങളുടേതാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും പോലും തീർക്കാതെ അള്ളാഹു നൽകിയിരിക്കുന്ന ഭീമമാകുന്ന വലിയ അനുഗ്രഹങ്ങൾ തനിക്ക് മാത്രം, തൻ്റെ കുടുംബത്തിന് മാത്രം മതി എന്ന് പറഞ്ഞ് ആ സമ്പത്ത് മുഴുവനും കാൽച്ചുവട്ടിൽ വെച്ച് നിലകൊള്ളുന്നതായ ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവർക്കൊക്കെ ഈ പരിശുദ്ധമായ ഈ സദസ്സ് ഒരു പ്രചോദനദായകമാകട്ടെ എന്നാണ് ആശംസിക്കുന്നത്. അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. ലൈവായി സദസ്സ് വീക്ഷിക്കുന്നതായ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള സഹോദര സഹോദരിമാർ, പ്രിയപ്പെട്ട റോഹെ ബയാൻ കുടുംബാദികൾ ഈ സദസ്സിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ച് കാസർഗോഡ് മുതലുള്ള ഒരുപാട് ഉമ്മ പെങ്ങന്മാരുണ്ട്, പ്രായമുള്ളവർ. വലിയ ദൂരക്കൂടുതലായതുകൊണ്ടാണ് ഉസ്താദ്, ഇല്ലെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും എത്തുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഉമ്മ പെങ്ങന്മാരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അവർ ഈ സദസ്സ് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, അവർക്കും ഒരു പ്രചോദനം. സമ്പത്തുള്ളവരൊക്കെ ഒന്ന് ചിന്തിക്കാൻ, നമ്മൾ മുഖേന ഒരാൾക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടെങ്കിലും ആശ്വാസം പകരാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ കുടുംബത്തിന് കൊടുക്കണം, അത് വേണ്ട എന്നല്ല. ഏറ്റവും വലിയ സമ്പാദ്യം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കലാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലീകും സദഖ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളിൽ ഏറ്റവും ഉത്തമനാരെന്നറിയുമോ സ്വഹാബ? നിങ്ങളുടെ കുടുംബത്തിനോട് മാന്യമായി പെരുമാറുന്നവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വഅന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എൻ്റെ കുടുംബത്തോട് മാന്യമായി പെരുമാറുന്നവനാണെന്നും നബിയുനാ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഏറ്റവും ഉത്തമൻ സമ്പാദ്യമുണ്ടാക്കി സ്വന്തം കാര്യം മാത്രം നോക്കുമല്ല, ഭാര്യയ്ക്ക് മക്കൾക്ക് ആവശ്യമുള്ളത് നൽകുന്നവനാണ്. അനാവശ്യമല്ല, ആവശ്യമുള്ളത് നൽകുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അത് കൊടുക്കണം, അത് കൊടുക്കാതെ പിടിച്ചു വെക്കാൻ പാടില്ല. വഅന ഖൈറുക്കും ലി അഹ്ലി, എൻ്റെ കുടുംബത്തോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവൻ ഞാനാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അത് വല്ലാത്തൊരു വാക്യമാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ മഹിമയെ വിശദീകരിക്കുന്നുണ്ട് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലൽ അസ്റ യദൂറു അലാ നിസാഇഹി ഫയദുനു മിൻഹുന്ന. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ മുത്തുനബിയുടെ ജീവിതം വരച്ചു കാട്ടുകയാണ്. ആദരവായ പ്രവാചകരുടെ ചര്യയായിരുന്നു എല്ലാ ദിവസവും ഇദാ സല്ലൽ അസ്റ, അസ്ർ നിസ്കരിച്ചു കഴിഞ്ഞാൽ യദൂറു അലാ നിസാഇഹി, തന്റെ ഭാര്യമാരുടെ അടുക്കലേക്ക് പ്രവാചകന് പോകുകയാണ്. ഫയദുനു മിൻഹുന്ന, തന്റെ ഭാര്യമാരുടെ സവിധത്തിലേക്ക് പോയി ആ ഭാര്യമാരുടെ ചാരത്ത് പോയി അടുത്തിരിക്കുമായിരുന്നു, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുമായിരുന്നു ഹബീബുനാ റസൂലുള്ളാഹി. ഇന്ന് നമ്മുടെയൊക്കെ മഹല്ലുകളിൽ, കരുനാഗപ്പള്ളിയിലെ 30ഓളം മഹല്ലുകളിലെ സമുന്നതരായ ആലിമീങ്ങൾ അൽഹംദുലില്ലാ ഈ സദസ്സിൽ വന്ന് ചേർന്നിട്ടുണ്ടായിരുന്നു. അള്ളാഹുർക്കൊക്കെ ബറക്കത്ത് ചൊരിയട്ടെ. ഇപ്പോഴും നിലകൊള്ളുന്ന ഉസ്താദുമാരുണ്ട്, അള്ളാഹുർക്കൊക്കെ ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ക്ഷണിക്കപ്പെട്ടു. അൽഹംദുലില്ലാ ഉസ്താദുമാർക്കൊക്കെ അള്ളാഹു സിഹത്ത് നൽകുമാറാവട്ടെ. ഈ മഹല്ലത്തുകളിലെ ഇമാമിങ്ങളോട്, അവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളോട് നിങ്ങൾ ചോദിച്ചു നോക്കിൻ, എത്രയോ കേസുകളാണ് മഹല്ലത്തിൽ കെട്ടിക്കിടക്കുന്നത്. കുടുംബ ബന്ധങ്ങൾ ശൈഥല്യപ്പെട്ടത്, ദാമ്പത്യ ജീവിതത്തിൽ പ്രയാസമുണ്ടായത്, നിസാരമായ വിഷയങ്ങൾ അത് വലിയ പർവ്വതീകരിച്ച് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, എല്ലാ ദിവസവും ഭാര്യമാരുടെ അടുക്കലേക്ക് അസർ നിസ്കരിച്ചിട്ട് പ്രവാചകൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങും. ജന്നത്തുൽ ബഖീ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
പള്ളിയുടെ പരിസരത്തുള്ളതാകുന്ന ആ പരിശുദ്ധമാക്കപ്പെട്ട ജന്നത്തുൽ ബഖീയിൽ പ്രവാചകൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഭാര്യമാരും അവിടെയാണ്. ഖദീജ ബീവിയും മൈമൂന ബീവിയും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാര്യമാരും അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടെ. അള്ളാഹുർക്ക് എല്ലാവർക്കും ദറജ ഉയർത്തുമാറാവട്ടെ. ആ ഭാര്യമാരുടെ അടുക്കൽ പോയി പ്രവാചകൻ എല്ലാ ദിവസവും അസർ കഴിഞ്ഞ് അവരുടെ അടുക്കൽ ചെല്ലും. ആവശ്യങ്ങൾ ചോദിക്കും, അത് പൂർത്തീകരിച്ചു കൊടുക്കും. ഒറ്റ ദിവസം മുടക്കൂല. കാന എന്ന പദം ദവാമിനെ കുറിക്കുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നു. നിത്യമായി ചെയ്തിരുന്ന ഒരു പ്രവണതയായിരുന്നു. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ നിത്യമായി ദായിമായി മുടങ്ങാതെ ചെയ്തിരുന്ന പ്രവർത്തനമാണ്. അസർ നിസ്കരിച്ചാൽ ഭാര്യമാരുടെ അടുക്കൽ പോകും. എന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കും. സാധനം വല്ലതും വാങ്ങാനുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കും. ഫയദ്നു മിൻഹുന്ന, അവരോട് ചേർന്നിരിക്കും ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇന്നത്തെ തലമുറയിൽ ഈ ചേർന്നിരിപ്പ് ഇല്ലാതെ പോയിപ്പോയി, അകൽച്ചയായിപ്പോയി. വിവാഹം കഴിച്ച് 2 ആഴ്ച അല്ലെങ്കിൽ 3 മാസം പുതുമണവാളനും പുതുമണവാട്ടിയും ചമഞ്ഞ് നിലകൊള്ളുന്നു. 1 വർഷങ്ങൾക്കിപ്പുറം ഒരു കുട്ടിയായി കഴിയുമ്പോൾ പിന്നെ അവർക്കിടയിൽ വിള്ളലുകൾ വരികയാണ്. ഭാര്യയും ഭർത്താവും 2 ധ്രുവത്തിലേക്ക് തിരിഞ്ഞു കിടക്കുന്ന അവസ്ഥ. ഒരല്പം കൂടി കഴിഞ്ഞാൽ, ഒരു 5 വർഷം കൂടി കഴിഞ്ഞാൽ ഒരു റൂമിൽ തന്നെ 2 ബെഡിട്ട് കിടക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ 2 കട്ടിൽ വരുന്ന അവസ്ഥ. 15 കൊല്ലത്തിനപ്പുറം വാപ്പ എവിടെ ഉമ്മ എവിടെയെന്ന് ചോദിച്ചാൽ തൊട്ടപ്പുറത്തെ റൂം ചൂണ്ടിക്കാണിക്കുന്ന അവസ്ഥ. ഒരു 60 വയസ്സുള്ള വാപ്പയും 50 വയസ്സുള്ള ഉമ്മയുടെയും ജീവിതം എവിടെയാണ്? ഒരൊറ്റ ദിവസം പോലും മുടങ്ങുകയില്ല. നബിതങ്ങൾ ഞങ്ങളെ സന്ദർശിക്കുമായിരുന്നു, ആവശ്യങ്ങൾ പൂർത്തീകരിക്കുമായിരുന്നു. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി 63 വയസ്സ് വരെ പ്രവാചകൻ കുടുംബജീവിതം നയിച്ചു. അവസാന നാളുകൾ എണ്ണപ്പെട്ട് കഴിയുമ്പോൾ പ്രവാചകൻ തന്നെ മറ്റുള്ള ഭാര്യമാരുടെ അടുക്കൽ വന്നുകൊണ്ട് അനുവാദം തേടുകയാണ്. ഇനിയുള്ള കുറഞ്ഞ നാളുകൾ എൻ്റെ അവസാന നാളുകളാണ്, എണ്ണപ്പെട്ടതാകുന്ന ദിനരാത്രങ്ങളാണ്. എനിക്കെന്നെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷയോടൊപ്പം ഒന്ന് കഴിയാൻ നിങ്ങൾ അനുവാദം നൽകുമോ ഭാര്യമാരെ? മറ്റുള്ള ഭാര്യമാരോട് അനുവാദം തേടുകയാണ് ഹബീബുനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകർക്ക് അനുവാദം കൊടുക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അനുവാദം കിട്ടിയിട്ട് ആയിഷ ബീവിയോടൊപ്പം 8 മുഴം നീളവും 10 മുഴം വീതിയുമുള്ള ചെറിയതാകുന്ന കുടിലിൽ, പുൽപ്പായ വിരിച്ചിരിക്കുന്നതായ ചെറിയ കുടിലിൽ പ്രവാചകൻ അവസാന അന്ത്യനാളുകളെ തള്ളി നീക്കുകയാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ, ആയിഷ ഇന്ന് വല്ലതും കഴിക്കാനുണ്ടോ? ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ല റസൂലേ, ഇല്ലൽ മാ, വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ വീടിന്റെ ഒരു മൂലയ്ക്ക് പോയി പ്രവാചകൻ ചുരുണ്ട് കിടക്കുകയാണ്. ആദരവായ പ്രവാചകൻ ഒരു പരിഭവമില്ല, പരാതിയില്ല, ഒരു വിഷയവും പ്രവാചകൻ പറയുന്നില്ല. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ആയിഷ എനിക്കൊന്ന് സുന്നത്ത് നോമ്പാണ്, ഈ പാവപ്പെട്ട മുഹമ്മദ് ഇന്ന് സുന്നത്ത് നോമ്പ് പിടിച്ചു കൂടുകയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. പ്രവാചകരുടെ ജീവിതം എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ പഠിച്ചു വെക്കണേ. ഇന്ന് സുഭിക്ഷതയുടെ ലോകത്തേക്ക് പടച്ച റബ്ബ് നമ്മളെ വളർത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സമ്പന്നതയുടെ മടിത്തട്ടിലേക്ക് കരുനാഗപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പടച്ച റബ്ബ് നമ്മളെ കൊണ്ടുപോകുമ്പോ അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഒരിക്കലും മറക്കരുതേ. നമുക്ക് അല്ലാഹു സുന്ദരമായ വീട് നൽകി, നമുക്ക് അല്ലാഹു മനോഹരമായ വാഹനം നൽകി, നമ്മൾ ഇഷ്ടപ്പെടുന്നതായ നല്ല മക്കളെ പടച്ച റബ്ബ് നമുക്ക് നൽകി, എല്ലാവിധ കച്ചവട സമുച്ചയങ്ങളും പടച്ച റബ്ബ് നൽകി. എല്ലാം നമുക്ക് കിട്ടിയിട്ട് പോലും റബ്ബിന് നന്ദി പ്രകാശിപ്പിക്കാത്തവരായി മോശപ്പെട്ട നിലയിലേക്ക് കണ്ണും കാതും ശരീരത്തിന്റെ അവയവങ്ങളും കൊണ്ടുപോകുന്നവരായി ഇന്നത്തെ തലമുറ മാറിയില്ലേ? ഈ രാത്രിയിൽ തന്നെ കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ചെറുപ്പക്കാരെത്ര പേരാണ്? ഈ രാത്രിയിൽ തന്നെ വ്യഭിചാരശാലകളിലേക്ക് പോയതാകുന്ന
എത്രയോ മുസ്ലിം അംഗമാരുണ്ട്, എത്രയോ മുസ്ലിം ചെറുപ്പക്കാരുണ്ട്. ഇതേ രാത്രിയിൽ തന്നെ DJ പാർട്ടികൾ നടത്തപ്പെടുന്നതായ ബാർ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് യാത്ര തിരിച്ചതായ എത്രയോ മുസ്ലിം ചെറുപ്പക്കാരുണ്ട്, സഹോദരങ്ങളുണ്ട്. പഠിച്ചു വെക്കണേ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ വീടിൻ്റെ ഒരു മൂലയ്ക്ക് വന്നുകൊണ്ട് ചുരുണ്ട് കിടക്കുകയാണ്. ആ പ്രവാചകന്റെ കടത്തം കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ തപിച്ചുപോയി. സ്നേഹം കൊടുക്കാൻ എനിക്ക് ആവോളമുണ്ട്, പട്ടിണിയല്ലേ പ്രവാചകനുള്ളൂ. ഞാൻ ചെന്നുകൊണ്ട് പ്രവാചകന്റെ ഒട്ടിയ വയറിലേക്ക് എൻ്റെ കരതലം കൊണ്ട് ഞാൻ അമർത്തി തടവി. പ്രവാചകന് പതുക്കെ തടവി കൊടുത്തു. ഒട്ടിയ വയറുമായി പട്ടിണി മൂലം വീടിൻ്റെ ഒരു മൂലയ്ക്ക് വന്നുകൊണ്ട് സുന്നത്ത് നോമ്പ് പിടിച്ച്, എന്നാലും സുബഹി നമസ്കാരം പ്രവാചകൻ മുടക്കിയിട്ടില്ല. നമസ്കരിച്ചിട്ട് വീടിൻ്റെ ഒരു മൂലയ്ക്ക് വന്ന് ഒരു പരിഭവമില്ലാതെ കിടക്കുന്ന പ്രവാചകൻ, ചുരുണ്ട് കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഒട്ടിയ വയറിൽ ഞാൻ എൻ്റെ തണുത്ത കൈകൊണ്ട് തഴുകി തലോടിയെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ലോകത്തോട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപനമുണ്ട്. 3 നേരം സുഭിക്ഷമായി കഴിച്ചിട്ടും വാപ്പ എനിക്കൊന്നും നൽകിയില്ല എന്ന് പറയുന്ന കരുനാഗപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ടതാകുന്ന സഹോദരിമാരെ, 18 നിറകുടങ്ങളാകുന്ന പെൺമക്കള്, മാതാപിതാക്കളെ തനിക്ക് വേണ്ടുന്നതാകുന്ന സർവ്വതം നൽകിയിട്ട് എൻ്റെ വാപ്പ എനിക്കൊരു ചുക്കും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്യമതത്തിൽപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരോടൊപ്പം ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കറങ്ങി നടന്ന് അഴീക്കൽ ബീച്ചിലും പാർക്കിലും മാളുകളിലും എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളിലും കറങ്ങി നടന്നുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കുറിച്ച് മോശമാകുന്ന കമന്റ് കോടതി മുറിയിൽ വെച്ചുകൊണ്ട് പോലും പരസ്യമായി പറഞ്ഞ്, ഞാൻ ഇന്നലെ കണ്ട കാമുകന്റെ കൂടെ പോവുകയാണെന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞ് അവനോടൊപ്പം ജീവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന പെങ്ങളെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പാഠമാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാ, ഞങ്ങളുടെ ജീവിതത്തിൽ സദാസമയവും പട്ടിണിയായിരുന്നു. ആരുടെ വീടാണെന്ന് ഓർക്കണേ. അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനകക്കൊട്ടാരമായി തിരുസമിതത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ് ലോകത്തിന് മുഴുവനും മാതൃക കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ സാക്ഷ്യപ്പെടുത്തുകയാ, മാ ശബിഅ ആല മുഹമ്മദിൻ മിൻ യൗമൈനി ഖുബ്സാ. മുത്തുനബിയുടേതാകുന്ന വീട്ടിൽ 2 ദിവസം തുടർച്ചയായി ഭക്ഷണം ഉണ്ടായിരുന്നില്ല. 2 ദിവസം തുടർച്ചയായി പട്ടിണി, 2 ദിവസം തുടർച്ചയായി ഭക്ഷണം കഴിച്ച ചരിത്രം അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിനുണ്ടായിരുന്നില്ല എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും നല്ലതുപോലെ ഭക്ഷണം കഴിച്ചിട്ടും ഉറക്കം കിട്ടാതെ കൂട്ടുകാരനുമായി ബൈക്കിൽ പോയി ഏതെങ്കിലും ഷവർമയോ ഏതെങ്കിലും അൽഫാമോ ഉള്ള കടകളിൽ പോയി അതും കഴിച്ചിട്ട് നല്ല ജ്യൂസും കുടിച്ച് കിടന്നുറങ്ങുന്ന മക്കളുള്ള കാലഘട്ടം. രാവിലെ പ്രഭാതത്തിൽ ചായ കിട്ടിയില്ല എങ്കിൽ ഭാര്യയോട് ദേഷ്യപ്പെടുന്ന ഭർത്താവിൻ്റെ പ്രകൃതമുള്ള കാലഘട്ടം. വൈകുന്നേരം ചായ അല്പം വൈകിപ്പോയാൽ പ്രയാസം പറയുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പാഠമാണ്. 2 ദിവസം തുടർച്ചയായിട്ട് ഭക്ഷണം കഴിച്ച ചരിത്രം മുത്തുനബിയുടെ കുടുംബത്തിനുണ്ടായിട്ടില്ല എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഒരു ദിവസം ഭക്ഷണം കഴിച്ചാൽ അടുത്ത ദിവസം പട്ടിണിയാണ്. ഒരു ദിവസം കിട്ടുന്ന ഭക്ഷണമോ കേവലം ഒരു ഖുബൂസാണ്, ഒരൊറ്റ റൊട്ടി കഷ്ണം മാത്രമാണ്. ആ റൊട്ടിക്ക് എന്താണ് കറി? അൽഫാമല്ല. ആ റൊട്ടിക്ക് എന്താണ് കറി? നല്ല ആവോരി പൊരിച്ചു വെച്ചതല്ല. ആ റൊട്ടിക്ക് എന്താണ് കറി? ഇല്ലൽ ഖല്ലു, സുറക്കയല്ലാതെ മറ്റൊന്നുമില്ല, മറ്റൊന്നുമില്ല. എന്താ കറി? എന്താ? ആകെ റൊട്ടിയാണ്. ഗൾഫാറ റൊട്ടി അറിയാമല്ലോ. ഒരല്പം ചൂടൊന്ന് വൈകിയ പിന്നെ കഴിക്കൂല, അത്ര കട്ടിയാണ്. ആ ഹുബൂസിൻ്റെ കഷ്ണമാണ് ആകെ ഉള്ളത്. അത് ഇന്ന് കാണുന്ന നമ്മൾ കാണുന്ന ഹുബൂസല്ല, അത് ചൂടോടുകൂടി കഴിക്കാനും നല്ല രസമാണ്. ഇതല്ല, ഷഈറാണ്, തൊലി ഗോതമ്പ്. തൊലിയുടേതാകുന്ന പറഞ്ഞാൽ ഗോതമ്പ് അത് നല്ലതുപോലെ പേത്തിയിട്ടൊന്നുമല്ല, അതിൻ്റെ സത്തുകളെല്ലാം ഉണ്ടാവും. നല്ല കട്ടിയുള്ളതാകുന്ന റൊട്ടിയാണ് ഗോതമ്പിൻ്റെ.
അതൊരല്പം എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിനാഗിരിയിൽ മുക്കിയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഹദീസുണ്ട്, നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിഅമൽ ഉദുമുൽ ഖല്ലൂ, എത്ര നല്ല കറിയാണ് ആയിഷായി സുറുക്കായി വിനാഗിരി എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വിനാഗിരി കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴേ അതിൽ മുക്കിയിട്ട് റൊട്ടി കഴിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞ ഡയലോഗാണിത്. എന്ത്? നിഅമൽ ഉദുമുൽ ഖല്ലൂ, എത്ര നല്ല മനോഹരമായ കറിയാണ് ആയിഷായത്. വിനാഗിരി മാത്രം കൊണ്ടുവന്ന് കയ്യിലൊഴിച്ചു കൊടുക്കുമ്പോൾ അതിലൊരൽപ്പം റൊട്ടി മുക്കി കഴിച്ച മുത്തുനബി, പട്ടിണിയിലൂടെ ജീവിതമൂട്ടിയ പ്രവാചകൻ, ഈ ലോകത്തുള്ള സർവർക്കും സുഭിക്ഷത കിട്ടാൻ ആഗ്രഹിച്ച പ്രവാചകൻ, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ അവസാന നാളുകളിൽ പോലും സക്കറാത്തിന്റെ ഹാലിൽ പോലും ഉമ്മത്തി എന്ന് മന്ത്രിച്ച പ്രവാചകൻ, സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞതിങ്ങനെയാണെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഈ വിനാഗിരി മുക്കി കഴിക്കാൻ പല പരാതിയുണ്ടോ? ഒരു പരാതിയില്ല. ഇവിടെ കറി കിട്ടിയില്ലെങ്കിൽ തീർന്ന് അന്ന് ബഹളമാണ് ഭർത്താവ്. ബദർ യുദ്ധം, അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആ കറിയിൽ അല്പം ഉപ്പ് കൂടിപ്പോയാലോ എരിവ് കൂടിപ്പോയാലോ ആ പാത്രത്തോടെ എടുത്തുകൊണ്ട് എറിയും. ഞാനിവിടെ കഴിക്കണ്ട, ഒച്ചപ്പാടും ബഹളവും. ആണോ അല്ലയോ? ആണ്. നിങ്ങൾ തന്നെ തലയാട്ടണം, പുരുഷന്മാർ തന്നെ, എങ്കിലേ അപ്പുറത്ത് പെണ്ണുങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ചെറിയ വിഷയത്തിന്മേൽ പിണങ്ങി നിൽക്കുന്ന ആളുകൾ അല്ലേ, അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. വലിയ വിഷയമാണത്. കറിയില്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, മാറി നിൽക്കുക. പുരുഷന്മാരാണ് യഥാർത്ഥത്തിൽ വില്ലന്മാർ. കാരണം എന്താ? ഒരു വീട്ടിൽ നാളെ രാവിലെ എന്ത് ഭക്ഷണമാണെന്ന് തീരുമാനിക്കുന്നത് അധികാരാൻ ആരാണ്? പുരുഷനാണ്. അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് കൊണ്ട് രാവിലെ അവനിണങ്ങിയ ഭക്ഷണം. അതിനുവേണ്ടി അവൻ ചില സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. രാവിലെ നമുക്ക് ഒറോട്ടിയും ഇറച്ചിക്കറിയാക്കാം. ആരുടെ തീരുമാനമാണ്? ആരുടെ തീരുമാനം? ഭർത്താവിൻ്റെ തീരുമാനമാണ്. യഥാർത്ഥത്തിൽ ഭാര്യയ്ക്ക് രാവിലെ നല്ല ദോശയും സാമ്പാറും കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഈ പരിപരുത്ത ഹൃദയമുള്ള ഭർത്താവിനോട് എങ്ങനെ പറയൂ? ഇത് വലിയ വിഷയം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പരാതിയും പരിഭവമില്ലാതെ കുടുംബം കൊണ്ടുപോകുന്നതിൽ മുഖ്യ പങ്ക് ആർക്ക് വഹിക്കുന്നുണ്ട്? ഭാര്യമാർ വഹിക്കുന്നുണ്ട്. മനസ്സിലാക്കണം. നമ്മളെപ്പോഴും നമ്മുടെ ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ രാവിലെ ശനിയാഴ്ച രാവിലെ പോയി അല്ലെങ്കിൽ ഞായറാഴ്ച ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വരും. കാരണം എന്താ? അത് വാങ്ങാനുള്ള ആഗ്രഹം എന്താ? നിൻ്റെ മനസ്സിലൊരാഗ്രഹമാണ് എന്ത്? അത് വാങ്ങിച്ചുകൊണ്ട് വരാം. ഇന്നിപ്പോൾ അതാണ് കിട്ടുക. നമുക്കത് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ നമ്മളത് കൊണ്ടുവരും. നമുക്ക് പല്ലുവേദനയാണെങ്കിൽ പിന്നെ ആ ഇറച്ചിയില്ല, ഒന്നുമില്ല. അങ്ങനെ ആകാൻ പാടില്ല. അവരുടെയും ആഗ്രഹങ്ങൾ കൂടി പരിഗണിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, 3 ദിവസമായി തുടർച്ചയായി ഞങ്ങളുടെ വീട്ടിൽ ഒരിക്കൽ പട്ടിണി വന്നു. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. വെള്ളമില്ലാതെ മറ്റൊന്നുമില്ല. ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലെ അവസ്ഥയാണ്. 3 ദിവസം തുടർച്ചയായി മദീനയിലുള്ളപ്പോൾ ഒരിക്കൽ പട്ടിണിയിലാണ്. അവസാനം പ്രവാചകന്റെ ഒരു കൂട്ടുകാരൻ വീട്ടിലേക്ക് കൊണ്ടുവരുകയാണ്. ഒരു ആടിൻ്റെതാകുന്ന തുടയല് കൊണ്ടുവന്നു. ഈ പട്ടിണിയുള്ള സമയത്തൊന്നും ഒരു പരിഭവം പറയുന്നില്ല. അത് ചിന്തിക്കേണ്ടത്. ഇന്ന് പെണ്ണുങ്ങളാണെങ്കിൽ പട്ടിണിയാണെങ്കിൽ അപ്പം തന്നെ വാട്സാപ്പിൽ നല്ല കാലി പ്ലേറ്റിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് വെക്കും. അപ്പോൾ തന്നെ ആളുകൾ ചോദിക്കും, എന്താണ് കാലി പ്ലേറ്റ്? പതിവില്ലാതെ മൊത്തം പട്ടിണിയാണ്, ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് ആകെ ബഹളം അല്ലേ. നോക്കൂ നിങ്ങൾ, നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ 3 ദിവസം പട്ടിണിയാണ്, തുടർച്ചയായി പട്ടിണി. വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല. ഒരു പരാതിയില്ല, ഒരു പരിഭവമില്ല. അയൽക്കാരെ അറിയിക്കുന്ന പോലുമില്ല. പഴയ തുണി കൊണ്ടുവന്ന് അടുപ്പിൽ കൊണ്ടുവന്ന് കത്തിക്കും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ. എന്തിനാ? അയൽവാസികളാകുന്ന ആളുകൾ തെറ്റിദ്ധരിക്കട്ടെ, പ്രവാചകൻ്റെ വീട്ടിൽ ഇന്നും സുഭിക്ഷതയാണെന്ന് കരുതിക്കോട്ടെ എന്നറിയിക്കാൻ. കാരണം ഈ അടുപ്പിൽ നിന്ന് പുക വെളിയിലേക്ക് വരുമ്പോൾ അയൽവാസികൾ പറയും, അവിടെ പുക കാണുന്നുണ്ട്, അപ്പോൾ ഇന്നവിടെ നബിയുടെ വീട്ടിൽ സാധനം എന്തോ ഉണ്ട്, കഴിക്കാനുണ്ട് എന്ന് കരുതിക്കോട്ടെ എന്ന് കരുതി പഴയ തുണി പരതും. ആര്? ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. നോക്കൂ നിങ്ങൾ,
എത്ര വലിയ സ്നേഹത്തിലും സന്തോഷത്തിലും ആരോടും പരിഭവമില്ല. ഒരു കൂട്ടുകാരോടോ നാട്ടുകാരോടോ ഒരാളോടും ഒരു പരിഭവം പറയുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാട്സാപ്പിലൂടെ അറിയിപ്പില്ല, ഒന്നുമില്ല, ആരോടും അറിയിക്കുന്നില്ല.